അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഫേസിലെ ഹെയർ എങ്ങനെ പെർമനന്റ് ആയിട്ട് റിമൂവ് ചെയ്യാനുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അത് കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായി കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. ഞാൻ പറയുന്നത് അതേ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ റിമൂവ് ചെയ്ത് കളയാവൂ. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ടാവും. വാക്സ് ചെയ്യുന്ന അതേ ഫീലാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിത് ഇവിടെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേസിലേക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അതിനാവശ്യത്തിനുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുന്നതിന് നേരെ ഡബിളായിരിക്കണം കടലപ്പൊടി എടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം അത് മിക്സാകാൻ പാകത്തിന് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ലൂസാകാൻ പാടില്ല, കുറച്ച് കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ പാലെടുക്കുന്ന സമയത്ത് അല്പം ചൂടോടുകൂടി തന്നെ എടുക്കണം. ലൈറ്റ് ചൂടിലാണ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫേസിൽ ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉണ്ടാക്കുന്ന പാക്കിനേക്കാളും കുറച്ചും കൂടി കട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് പാക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിൽ എവിടെയാണോ ഹെയർ കൂടുതലുള്ളത് അവിടെ ആയിരിക്കണം നമ്മളിത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് കഴിഞ്ഞ് ഡ്രൈ ആയതിനു ശേഷം ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഫേസിലെ ഹെയർ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കണ്ണിലൊക്കെ നന്നായി പുകച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ആവുന്നതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയൊരു പാക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ഫേസിൽ ഹെയറുള്ള ഭാഗത്ത് മാത്രമല്ല മൊത്തത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസിൽ എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഹെയറുള്ള ഭാഗത്ത് മാത്രം ഡ്രൈ ആയതിനു ശേഷം ഒന്ന് മസാജ് ചെയ്ത് റിമൂവ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഞാനിത് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറായപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കി നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫേസിലെ ഹെയർ നന്നായിട്ട് റിമൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല പുകച്ചിലുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ട് കണ്ണിന്നൊക്കെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. വേദന നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതേ പെയിൻ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഏത് ഭാഗത്തേക്കാണുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഹെയർ നന്നായിട്ട് റിമൂവ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു തവണ ഉപയോഗിച്ച് നിർത്താൻ പാടില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. മന്ത്ലി ഒരു 3 ടൈംസൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ഹെയർ റിമൂവ് ആകത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞ് ഇനി ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാമെന്ന് കരുതി റിമൂവ് ചെയ്യാൻ നിൽക്കണ്ട. ഫേസിലെ ഹെയർ റിമൂവ് ആവത്തില്ല, നന്നായിട്ട് ഡ്രൈ ആയാലും മാത്രമേ ഹെയർ റിമൂവ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഡ്രൈ ആവണം. അത് തന്നെ ഡ്രൈ ആയിട്ട് ചെറുതായിട്ട് പൊളിഞ്ഞു വരുന്നത് പോലെ ഉണ്ടാവും. ആ സമയത്ത് മാത്രമേ നിങ്ങളിങ്ങനെ റിമൂവ് ചെയ്ത് കളയാവൂ. അപ്പോൾ എൻ്റെ ഫേസിൻ്റെ 2 സൈഡ് നന്നായിട്ട് ഹെയർ ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് എൻ്റെ അമ്മ വിടത്തില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അമ്മമാർ പറയില്ലേ വേണ്ട അത് ചെയ്യേണ്ട, അതുപോലെയാണ് കേട്ടോ. അമ്മക്ക് ആ 2 സൈഡ് അങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ അമ്മ പറയും അത് കട്ട് ചെയ്യാൻ ക്ലീൻ ചെയ്യേണ്ടത് അവിടെ തന്നെ വെച്ചേ, അതെന്താ അതിനെ കൊണ്ട് വേറെ ഉപദ്രവമൊന്നും ഇല്ലയെന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ ഫേസ് അത് 2 സൈഡ് അവിടെ വെച്ചിട്ട് മാത്രമേ ഞാൻ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ ഫേസിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ഭാഗത്തുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആദ്യം ചെയ്ത സമയത്ത് നല്ല ചുമപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ചെറുതായിട്ട് പോയി. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ചെറിയ പുകച്ചിലുണ്ടാവും. അത് നമ്മുടെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ പോകുമ്പോൾ ചെറിയ പെയിൻ ഉണ്ടാവും കേട്ടോ. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിലെ ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് സൂപ്പറാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ.